അതുല്യയുടെ പിതൃ സഹോദരി ടെലിഫോൺ ലൈനിലുണ്ട്. രാജി. ശ്രീമതി രാജി, കേൾക്കാമോ? കേൾക്കാം. ഈ സമയത്ത് വലിയ ദുഃഖത്തിലാണെന്നറിയാം. എങ്കിലും ഈ കാര്യങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ പുറത്തു വരുന്നു കുറേ കാര്യങ്ങൾ, അതായത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഒപ്പം തന്നെ വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നേരത്തെ തന്നെ അതുല്യ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ ഒരുപാട് ഇത് തന്നെയായിരുന്നു. അവന് കല്യാണം കഴിഞ്ഞപ്പോൾ കുറെ നാളത്തേക്കൊക്കെ നല്ലതായിരുന്നു. പിന്നെ എന്നും ഇതായിരുന്നു. സ്ഥിരം അവന് ഇത് മദ്യപാനമാണ്. അങ്ങനെ ആയി കുറച്ചു നാളൊക്കെ കുഞ്ഞ് വീട്ടിൽ നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ വന്ന് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ അനുനയിപ്പിച്ചും കൊണ്ടുപോയി അങ്ങനെ വീണ്ടും ഇവളൊരു കുഞ്ഞുണ്ടല്ലോ, അങ്ങനെ വീണ്ടും അവള് പോകും. അങ്ങനെ ഇവിടെ കോടതിയിൽ കേസൊക്കെ ഉണ്ടായിരുന്നു. കേസ് കൊടുത്തിട്ട് പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും ഒത്തുതീർപ്പാക്കി പോകും. അങ്ങനായിരുന്നു പതിവ്. ഇതെന്തിനാണ് ഈ മർദ്ദനം? എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടാണോ, അല്ല എന്തിനാണ് ഈ മർദ്ദിക്കുന്നത്? കാരണം അവന് കുടിച്ചു കഴിയുമ്പോ അവന് പിന്നെ കാരണം ഒന്നും വേണമെന്നില്ല. നിസ്സാര കാര്യം മതി, അപ്പൊ അവൻ പ്രശ്നം ഉണ്ടാക്കും. ഇവർക്ക് ഒരു കുട്ടിയല്ലേ ഉള്ളതല്ലേ? ഒരു കുട്ടിയുള്ളൂ. കുട്ടി നാട്ടിലാണ്? കുട്ടി നാട്ടിലാണ്. കുട്ടിക്ക് അവന്റെ കൂടെ നിൽക്കുന്ന ഇഷ്ടമല്ല. കുട്ടിയോടൊക്കെയുള്ള പെരുമാറ്റം എങ്ങനെയാണ് അച്ഛൻ എന്ന നിലയിലൊക്കെ ഈ സതീഷ്? അച്ഛൻ ആ കുട്ടിയോട് ഒരു സ്നേഹവും ഇല്ല അവന്. അതുകൊണ്ട് കുഞ്ഞവിടെ നിക്കത്തതും ഇല്ല. കുഞ്ഞ് എപ്പോഴും ഇവിടെ അമ്മൂമ്മയുടെ കൂടെ ഇവിടെ നിക്കത്തേ ഉള്ളൂ. അവരുടെ കൂടെ ആയിരുന്നു അപ്പൊ ആദ്യം? അപ്പൊ അല്ല, അവിടെ സ്ഥിരം നിക്കത്തില്ല. ഇങ്ങനെ വെക്കേഷൻ ഒക്കെ വരുമ്പോ അങ്ങനെ കൊണ്ടുപോകും. കുഞ്ഞ് അവിടെ നിക്കാൻ പറഞ്ഞാലും അവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞാലും കുഞ്ഞ് കേൾക്കത്തില്ല. കുഞ്ഞിന് എല്ലാ കാര്യവും അറിയാം. ഈ അമ്മയോട് ചെയ്യുന്ന ക്രൂരത എല്ലാം കുഞ്ഞിനറിയാം. ഇത് നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഇതിൽ മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബമൊക്കെ ഇടപെട്ട് രണ്ട് കൂട്ടരൊക്കെ സംസാരിച്ച ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരുമിച്ച് താമസിച്ചത്. പക്ഷെ അപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ അത് തുടർന്നിരുന്നു എന്നാണ് നമുക്കെല്ലാം ഇപ്പൊ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഇത് അത് നേരത്തെ തന്നെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ഇടപെടൽ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ? അത് പിന്നെ വീഡിയോ ഒക്കെ ഞങ്ങള് ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ അമ്മയും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഈ വീഡിയോ ഒക്കെ. സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതുപോലെ അതുല്യ ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ട്? അതിപ്പോ അവിടെ അനിയത്തിക്കും അടുത്തൊക്കെ ഇവര് അത് അമ്മയടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുമ്പ് ഇവരുടെ ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയതൊക്കെ പോലീസ് മുഖാന്തരമാണോ? പോലീസിൽ ഇടപെട്ടിട്ടാണോ? പോലീസിന്റെ മുഖാന്തരമായിരുന്നു. അല്ലല്ലോ, പോലീസല്ല, അല്ലാതെ കോടതി, കുടുംബ കോടതിയായിട്ടാണ്. അവനെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിച്ചായിരുന്നു. ഇനി ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് കോടതി എന്തെങ്കിലും പറഞ്ഞു ഇതുപോലെ ഇനി ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ? ആവർത്തിക്കത്തില്ല എന്നുള്ളത് പിന്നെ അവന് ഒപ്പിട്ട് കൊടുത്തു എഴുതി. അത് ശരി. നാട്ടിൽ അതുപോലെ ജനപ്രതിനിധികളോ ആരൊക്കെ ഈ വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലും ഇടപെടലൊക്കെ ഉണ്ടായിരുന്നോ എപ്പോഴെങ്കിലും? ഇല്ല, നാട്ടിൽ അങ്ങനെ ആരും ഇതുവരെ അങ്ങനെ ഇടപെട്ടിട്ടില്ല. പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇതിപ്പോ എത്ര നാളായി ഇപ്പൊ അതുല്യ അവിടെ ഷാർജയിൽ പോയിട്ട്? ഇപ്പൊ 1.5 വർഷമായി. 1.5 വർഷം. ഇപ്പൊ മോള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പോയിട്ട് ഇപ്പൊ 3 മാസമായി. അപ്പൊ ഇവിടെ 3 മാസത്തിന് മുമ്പാണോ പോയത് ഏറ്റവും ഒടുവിൽ? അപ്പൊ ഇവിടെ ആയി പോയിട്ട് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണോ വന്നത്? അല്ല, മോള് മാത്രമല്ലേ വന്നത്. മോള് മാത്രമായിരുന്നു വന്നത്. അപ്പോഴൊന്നും നേരിട്ടൊന്നും ഈ വിവരങ്ങളൊന്നും പറഞ്ഞില്ലേ? ആരുടെടുത്തും ബന്ധുക്കളുടെ അടുത്തൊന്നും പറഞ്ഞില്ല? അമ്മയടുത്ത് പറഞ്ഞാണ്. ഞങ്ങളൊക്കെ ദൂരെയാ. ഞങ്ങളിപ്പോ ഇത് അറിഞ്ഞുകൊണ്ട് ഇവിടെ വന്നതാ. അമ്മയായിട്ട് അനിയത്തി അടുത്തൊക്കെ എല്ലാം സംസാരിച്ചോണ്ടിരിക്കുവായി. പക്ഷെ ഇത്ര വലിയ പീഡനങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അമ്മയ്ക്ക് ചെറുതായിട്ടൊക്കെ അറിയാവുള്ളൂ. അല്ല, അമ്മ എപ്പോഴും പറയും, മോൾ നീ വാ, ഇവിടെ വന്ന് നിക്കാന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവളെ പിന്നെ അവൻ മയക്കി പിന്നെ അങ്ങ് എടുക്കും. അങ്ങനെയാണ് സംഭവിച്ചോണ്ടിരുന്നത്. ഇതിപ്പോ ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പോലീസിനെ, അവിടെ ഷാർജ പോലീസിനെ അറിയിച്ചത് സതീഷ് തന്നെയാണെന്നാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. അല്ല, അനിയത്തിയെയും ഭർത്താവും ഉണ്ട് അവിടെ. അവരും കൊടുത്തിട്ടുണ്ട്. ഈ അതുല്യയുടെ അനിയത്തിയാണോ? സ്വന്തം അനിയത്തിയും ഹസ്ബൻഡും അവിടെ ഉണ്ട്. അവരാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലേ? അതാണ് അറിഞ്ഞത്. ഞാൻ തന്നെ അറിയിപ്പിച്ചെന്നും പറയുന്നു. സതീഷ് തന്നെ അറിയിച്ചതാണെന്ന് തോന്നുന്നു. വിശദമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ഇതിലിപ്പോ സുഹൃത്തുക്കളൊക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞതാണ്. കാരണം കുട്ടി നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ മറ്റൊരു കടുങ്കയും ചെയ്യില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അതുല്യ പറഞ്ഞിരുന്നു. എന്തൊക്കെ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത്? അവൻ കൊന്നതാണെന്നാ തോന്നുന്നത്. ഞങ്ങൾക്ക് സംശയം അത് തന്നെ, അവൻ കൊന്നതാ. അവളങ്ങനെ ചെയ്യത്തില്ല. അവളെ കുഞ്ഞിനെ ഓർത്തെങ്കിലും അവള് ചെയ്യത്തില്ല. അത് തന്നെയല്ല, ഇന്നലെ രാത്രി അനിയത്തി എടുത്ത് 10 മണി കഴിഞ്ഞിട്ട് അവള് പോയത്.
10 മണി വരെ അനിയത്തിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. അത് ശരി, അവിടെ ഷാർജയിൽ അനിയത്തിയുടെ കൂടെ ആയിരുന്നു. ഷാർജ തൊട്ടടുത്ത് തന്നെയാണ് അതിന്റെ അനിയത്തി. പക്ഷെ കുഞ്ഞിനെ പൂട്ടിയിട്ടിട്ടൊക്കെ അവൻ പോകുന്നതൊക്കെ. ജോലിക്കൊന്നും അവളെ വിടത്തില്ല. ഇന്നിങ്ങോട്ട് ഒരു ജോലി ഇന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അത് അനിയത്തി അടുത്തെല്ലാം പറഞ്ഞ് അങ്ങനെ പോയതാ. പക്ഷെ അതിന് ശേഷമായി സംഭവം എന്തുവായിരുന്നു നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇല്ല അല്ലേ? ഒരു സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ പിരിഞ്ഞത് അനിയത്തിയുടെ അടുത്ത് നിന്ന്. അനിയത്തി അടുത്തുനിന്ന് അങ്ങനെ കരുതിക്കുട്ടിയൊന്നും അവള് ചെയ്തതല്ല, അവൻ തന്നെ ചെയ്തതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രാജി അതുല്യയുടെ പിതൃ സഹോദരിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും പുതിയ കാര്യങ്ങൾ, പുതിയ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ കുടുംബം പറയുന്നു ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണെന്ന് പറയുന്നു. ആ രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നും അവർക്ക് ഇല്ല, ജീവനൊടുക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇന്നലെ രാത്രി പോലും അനിയത്തിയുടെ അടുത്ത് പോയി സന്തോഷം പങ്കുവച്ചാണ് ഒരു പുതിയ ജോലിക്ക് കയറുന്നു എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ മരണവാർത്ത വരുമ്പോൾ അതിൽ ദുരൂഹതയുണ്ട്, ഇത് ആത്മഹത്യയല്ല എന്നതുകൊണ്ട് തന്നെ കുടുംബം ആരോപിക്കുന്നു.